ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എത്ര കോടതിയിലും കയറി ഇറങ്ങിയാലും ഞങ്ങള് മോളെ വിട്ടു തരില്ല. എങ്കി നമുക്ക് കാണാം. ഓ കാണാം. ചങ്കി ചേർത്ത് നിങ്ങൾ രണ്ടുപേര് പിടിച്ചാലും ചങ്ക് പറിച്ച് ഞാൻ കൊണ്ടുപോയി. നീ ഞൊട്ടും. ഇത് വീണയുടെ വാക്ക. ഈ ബെഡ്റൂമേ വഴക്കും വൈരാഗ്യമാക്കുന്നതിനോട് എനിക്കിഷ്ടമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. ഓ ഭാഗ്യം. എടോ, ഞാൻ കുറച്ച് ദിവസം ലീവിന് ശ്രമിക്കുന്നുണ്ട്. അതൊന്ന് ഒത്തു കിട്ടിയാലേ നമുക്ക് മോനെയും കൊണ്ടൊരു ട്രിപ്പ് പോകാം. എൻ്റെ ഒരു കണക്കുകൂട്ടലില് അങ്ങനെ ഒരു ട്രിപ്പ് പോയി വന്നാ തിരിച്ചെത്തുമ്പോഴേക്ക് അവൻ പൂർണ്ണമായും നമ്മുടേതായിരിക്കും. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല. അതെന്താ? എന്താ ജ്യോതി? കുട്ടികളുടെ കാര്യമാ. പുറത്തുനിന്ന് ഒരാൾ വന്ന് അവരെ കൊതിപ്പിച്ചാലേ അവരങ്ങോട്ട് ചാടിപ്പോവും. ആ എന്റെ പൊന്നു ജ്യോതി, ഇരിക്കും. ഓ ഒന്നും ഇരിക്കവിടെ. കൈയെടുക്ക്. താൻ പറഞ്ഞു പറഞ്ഞു വീണ്ടും നിത്യേച്ചിയിലേക്ക് തന്നെയാ. എടോ, താനൊന്ന് പ്ലസന്റ് ആയിട്ട് നിത്യേച്ചിയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. ആദ്യത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ആദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ആരാ? നിത്യേച്ചിയല്ലേ? താൻ അകന്നു മാറി നിന്നതിന് നിത്യേച്ചിയെ കുറ്റം പറയാൻ പറ്റുമോ? ജീവിതത്തിൽ നല്ലത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളായിട്ട്, നമുക്കും നമ്മുടെ കുഞ്ഞിനും പ്രിയപ്പെട്ട ഒരാളായിട്ട് നിത്യേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം സോൾവ് ആയില്ലേ? മനു, ഇങ്ങനെ ആരാധിക്കാനുള്ള ക്വാളിറ്റി ഒന്നും നിത്യേച്ചിക്കില്ല. പ്രത്യേകിച്ച് എന്താ നിത്യേച്ചി ചെയ്തിട്ടുള്ളത്? ഏട്ടൻ കുഴപ്പക്കാരനായിരുന്നു, അത് സഹിച്ചു. അതിപ്പോ കേരളത്തിൽ എത്രയോ പെണ്ണുങ്ങൾ സഹിക്കുന്നുണ്ട്. പിന്നെ ഏട്ടന്റെ തിരിച്ചുവരവ്. തിരിച്ചു വന്നപ്പോഴേ ഏട്ടൻ കാട്ടിക്കൂട്ടിയതിന് ഏട്ടനെ മാത്രമൊന്നും കുറ്റം പറയാൻ പറ്റില്ല. നിത്യേച്ചി ഹരിയേട്ടനുമായിട്ട് ഒരുപാട് ഇടപെടുന്ന കണ്ടിട്ടാ ഏട്ടൻ ഇഷ്ടപ്പെടാതിരുന്നെ. അതിന്റെ പേരില ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. ജ്യോതി, നമ്മൾ ഒരാളുമായിട്ട് ചെറിയൊരു അകലിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിയിരുന്ന് അവരുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ നോക്കും. പക്ഷേ നേരെ മറിച്ചാ ചിന്തിക്കേണ്ടത്. നമുക്ക് പരിചയമുള്ള ഒരാളുടെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് മാത്രം നമ്മൾ ചിന്തിക്കാൻ നോക്ക്. നമ്മുടെ മനസ്സിലെ അവർക്ക് വലിയൊരു സ്ഥാനം ഉണ്ടാവും. താനൊന്ന് മൈൻഡ് റീഫ്രഷ് ചെയ്യേണ്ട സമയമായി. ജ്യോതി, നമ്മൾ തമ്മിൽ പിണക്കമൊന്നുമില്ല. നമ്മൾ എന്നും ഇതുപോലെ ഹാപ്പി ആയിരിക്കും എപ്പോഴും. ഓക്കെ? ഭർത്താവും ഭാര്യയും മാത്രമുള്ള മുറിയിൽ തൽക്കാലം ആരും ക്ഷണിച്ച് കയറ്റാതിരുന്നാ മതി. സർ, CI സാറ് വരാൻ പറഞ്ഞിരുന്നു. അത് പിന്നെ സാർ എത്തിയിട്ടില്ല, വെയിറ്റ് ചെയ്യൂ. അവിടെ ഇരിക്കാം. മോള് പേടിക്കണ്ട, അച്ഛനില്ലേ കൂടെ. സർ, 1 മിനിറ്റ്. കണ്ണി കണ്ടവരുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുകൂടെ നിർത്തിയിട്ട് ഇപ്പം സ്വന്തം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാനാണ് ഉദ്ദേശം. ആണോ? ഇത് പോലീസ് സ്റ്റേഷനല്ലേ?
ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനും ഒക്കെ ഇവിടെ പോലീസുകാരുണ്ടല്ലോ. ആ നിങ്ങൾ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നേ? ഡി വിവരം പറയാൻ വന്ന പോലീസുകാര് പറഞ്ഞ് മോളെ സ്നേഹിക്കാൻ കിട്ടാഞ്ഞിട്ടേ നീ വല്ലാണ്ട് അങ്ങോട്ട് വീർപ്പ് കൂട്ടി നിൽക്കുകയാണെന്ന്. ഇടി നാണം ഉണ്ടോടി നിനക്ക്? സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനോട് ഇതൊരു എന്തെങ്കിലും ഒരു പരിഗണന അത് നീ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോടി? ഇപ്പോൾ പോലും ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയല്ലേ നീ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് അല്ലേ? അല്ലാതെ നിനക്ക് അവളോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? അതെ, തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാ. എന്റെ അവകാശങ്ങളിൽ നിന്നും നിങ്ങൾ എന്നെ അടിച്ചോടിച്ചതല്ലേ? അപ്പൊ പിന്നെ കുറച്ചു വേദന നിങ്ങളും അനുഭവിക്കണം. എടീ, നിന്നോടല്ലേ ഞാൻ. അമ്മാവാ, നീ ഒന്നും മിണ്ടാണ്ടിരിക്ക. എടേ, ഈ കുഞ്ഞിനെ തരാന് ആ പോലീസുകാർക്കൊന്നും ഒരു അവകാശവും ഇല്ല. പിന്നെ അവരെ വിളിപ്പിച്ചത് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിട്ടാ. അത് ഞാൻ പറയേണ്ട രീതിയിൽ തന്നെ പറഞ്ഞോളാം കേട്ടോടി. നീ എത്ര കോടതിയിലും കയറി ഇറങ്ങിയാലും ഞങ്ങള് മോളെ വിട്ടു തരില്ല. എങ്കിൽ നമുക്ക് കാണാം. ഓ കാണാം. ചങ്കി ചേർത്ത് നിങ്ങൾ രണ്ടുപേര് പിടിച്ചാലും ചങ്ക് പറിച്ച് ഞാൻ കൊണ്ടുപോയി. നീ ഞൊട്ടും. ഇത് വീണയുടെ വാക്കാ. ഏയ് എന്താ ഇവിടെ? ഇവിടെ ബേളം വെക്കുന്നത് സാർ. നിങ്ങൾ തമ്മിൽ സംസാരം വേണ്ട. ആ മാറിക്ക്. ഞാനൊന്നും സംസാരിച്ചില്ല സർ. ആദ്യം വന്ന് എന്നോടാ സംസാരിച്ചത്. ആ എന്തായാലും ശരി, സംസാരിക്കാനുള്ളത് CS സാറിന്റെ മുന്നിൽ ചെന്ന് മതി. മനസ്സിലായല്ലോ? മനസ്സിലായോ? മാറിക്ക്. മാറി നിൽക്കേ. ഓടി ഓടി നോക്കി പിടിപ്പില്ല, പേടിച്ചു പോകും കേട്ടാ. മോളെ അതിങ്ങത്ത്. എന്താ മുഖത്തൊരു ടെൻഷൻ? കല്യാണിയുടെ കാര്യം ഓർത്തിട്ട് അമ്മേ. അവരിപ്പോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും.